കാറും കോളും നിറഞ്ഞ നിലമ്പൂരിലെ ആകാശം പോലെ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയവും. ഇനി അൻവർ പറയട്ടെ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയാനെത്തിയ PV അൻവർ നടത്തിയത് വൈകാരിക പ്രകടനം. പ്രതിപക്ഷ നേതാവിൻ്റെ കാല് പിടിക്കാൻ ഇനിയുമില്ല. ആകെ ആശ്രയം KC വേണുഗോപാൽ. ഒന്നുകിൽ സമവായം അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ മത്സരിക്കും. ഇതാണ് അൻവർ വ്യക്തമാക്കിയ നിലപാട്. ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. അൻവറിനെ തള്ളി പറയാതെ KC വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടാണ് അവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായതെന്നുള്ള കാര്യത്തെ ആ സെൻറ്റിമെൻറ്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം. അടുപ്പിച്ചു. ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. പിന്നാലെ പ്രതിപക്ഷ നേതാവ് ശുഭിതനായി. മാധ്യമപ്രവർത്തകരോടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ രോഷം. പ്രതിപക്ഷ നേതാവിനെയാണല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അത് എന്തിനാണ്? അദ്ദേഹം ഒറ്റക്കെടുത്ത തീരുമാനമല്ലല്ലോ. എന്നിട്ട് 2-3 ചാനൽ അത് ട്വിസ്റ്റ് ചെയ്ത് സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുന്നു. ഇത് നാണം കെട്ട മാധ്യമപ്രവർത്തനമാണ്. അത് അവസാനിപ്പിക്കും. നിലമ്പൂരിലെ രാഷ്ട്രീയം ഇങ്ങനെ കലങ്ങി മറിയുകയാണ്. എന്തായാലും അൻവറിനെ പിണക്കണ്ട എന്ന് തന്നെയാണ് UDF നേതൃത്വത്തിൻ്റെ തീരുമാനം. കുറച്ച് നിലപാട് UDF എടുത്തു കഴിഞ്ഞു. ഇനി അൻവർ തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു, അൻവർ നിലപാടും പറഞ്ഞു. എന്തായാലും ബാക്കി ചിത്രത്തിൽ തന്നെ കാണാം. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്.